ഇരുൾ നിറഞ്ഞ വീടിനുള്ളിൽ വൈകല്യം മാത്രമാണ് ആര്യങ്കാവ് കാരാളർത്തോട്ടം സ്വദേശി മണികണ്ഠന് കൂട്ട്. വെള്ളവും വെളിച്ചവുമില്ലാതെ വയ്യാത്ത കാലുമായുള്ള ഒരു 42കാരൻ്റെ ജീവിതം അത് കണ്ടു നിൽക്കുന്നവരുടെ കണ്ണു നിറയ്ക്കും. തുച്ഛമായ വൈദ്യുത ബിൽ കുടിശ്ശികയായതോടെയാണ് KSEB മീറ്റർ അടക്കം അഴിച്ചുകൊണ്ടുപോയത്. 6 വർഷം മുമ്പാണ് വിധി അപകടത്തിന്റെ രൂപത്തിൽ മണികണ്ഠന്റെ കാലുകളിലൊന്നിൽ വൈകല്യം വരുത്തിയത്. ലോറിയിലെ ക്ലീനറായിരുന്നു മണികണ്ഠൻ. താങ്ങും തണലുമായിരുന്ന അച്ഛനും അമ്മയും മരിച്ചതോടെ മണികണ്ഠന്റെ ജീവിതത്തിലെ വെളിച്ചം അത്രയും മങ്ങി. ബില്ലൊടുക്കാത്തതിനാൽ വീട്ടിലെ വൈദ്യുതി ബന്ധം തെന്മല KSEB വിച്ഛേദിച്ചു. ഇതോടെ പൂർണ്ണമായും ഇരുട്ടിലായി. എനിക്ക് വീട്ടിലേക്ക് ആരും ഒരു ഒറ്റയ്ക്കേ ഉള്ളൂ. ഒന്നെൻ്റെ കാല് വേറെ തലയെല്ലാം പൊട്ടിയതാണ്. എൻ്റെ എല്ലാം കറണ്ട് ഇല്ലാത്തത് ഇട്ടല്ലേ, പിന്നെ ഒറ്റയ്ക്കായി പോകത്തില്ല. റേവൻ്റെ കിടക്കും, അല്ല പിടിച്ച കിടക്കും വന്ന് കിടക്കും. ലേതോന 2-3 മാസം കുടിച്ചുകൊണ്ട് അവർ മൊത്തം സെറ്റോടെ ഒരുക്കുണ്ട് ഒരു വീട്ടിൽ നിന്ന്. അമ്മടുത്ത പോലെ പറഞ്ഞില്ല. 10,000-ലധികം രൂപയടച്ച് പോസ്റ്റ് സ്ഥാപിച്ചാണ് മണികണ്ഠൻ വീട്ടിൽ കറണ്ട് എത്തിച്ചത്. ബിൽ തുക മുടക്കാറുമില്ലായിരുന്നു. ലോട്ടറി വിറ്റ് കിട്ടുന്ന തുച്ഛ വരുമാനത്തിലാണ് ജീവിതം തള്ളി നീക്കുന്നത്. അത് ഭക്ഷണത്തിന് പോലും തികയുന്നത് കഷ്ടി. പെൻഷനും മുടങ്ങി. ഇതോടെ 3 തവണത്തെയും കൂടി 500 രൂപയിൽ താഴെയുള്ള ബിൽ കുടിശ്ശികയായി. കുടിശ്ശികയായാൽ വിച്ഛേദിക്കുന്നതിന് മുമ്പ് KSEB ഉപഭോക്താക്കളെ വിളിച്ചറിയിക്കാറുണ്ട്. എന്നാൽ തനിക്ക് അങ്ങനെയൊരു കോൾ വന്നിട്ടില്ലെന്നും മണികണ്ഠൻ. ഒന്നും കിട്ടി. അവർ സ്വന്തമായിട്ട് വണ്ടി പോയിട്ട് അവർ തന്നെ ഊരിക്കൊണ്ട് പോയി. അറിഞ്ഞില്ല. അവർ തന്നെ സ്വന്തമായിട്ട് ഊരിക്കൊണ്ട് അക്കൗണ്ട് പൈസ അടക്കണം. അവർ തന്നെ ഊരിക്കൊണ്ട് സ്വന്തമായിട്ട്. നമ്മൾ ഒറ്റയ്ക്ക് ഇട്ടുള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. വൻകിട കമ്പനികളുടെ കോടികൾ കുടിശ്ശിക പിരിച്ചെടുക്കാൻ വിമുഖത കാട്ടുന്ന KSEB മണികണ്ഠന്റെ തുച്ഛമായ ബിൽ തുകയ്ക്ക് പകരം മീറ്റർ തന്നെ അഴിച്ചുമാറ്റിയ ആത്മാർത്ഥത കൊള്ളാം. ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്കൊപ്പം മനസാക്ഷിക്ക് കൂടി ഒരൽപ്പം വില നൽകണം. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.